ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2025 മാർച്ചിലെ PSC ബുള്ളറ്റിനിലെ പൊതുവിജ്ഞാനത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപവൽക്കരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി VP മേനോൻ. നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപവൽക്കരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി VP മേനോൻ. പാർലമെൻറ്റ് ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം 1986. പാലക്കാട് ശബരി ആശ്രമത്തിൻ്റെ സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യർ. നിജാനന്ദ വിലാസം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. നിജാനന്ദ വിലാസം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. പാലിയം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1947 ഡിസംബർ 4. പാലിയം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1947 ഡിസംബർ 4. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവൻ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവൻ. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയതാര്? പോത്തേരി കുഞ്ഞമ്പു. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ഓക്കെ, ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അസറ്റിക് ആസിഡ്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പൗരത്വം. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പൗരത്വം. ശ്രാവണബെലഗോളയിലെ പ്രസിദ്ധമായ ഉത്സവം മഹാമസ്തകാഭിഷേകം. ബുദ്ധമത വിഹാരത്തിനുള്ള പാലി ഭാഷയിലെ വാക്കിൽ നിന്ന് പേര് ലഭിച്ച സംസ്ഥാനം ബീഹാർ. ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ മുജീബ് റഹ്മാൻ. ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ മുജീബ് റഹ്മാൻ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം കബഡി. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം കബഡി. ബ്യൂഫോർട്ട് സ്കെയിൽ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗം. ബുഫോർട്ട് സ്കെയിൽ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗം. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ പുസ്തകം സ്തോത്ര മന്ദാരം. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ പുസ്തകം സ്തോത്ര മന്ദാരം. പ്രപഞ്ചത്തിൻ്റെ വികാസത്തിന് തെളിവ് നൽകിയതാര്? എഡ്വിൻ ഹബിൾ. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാര്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഭാഷാ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? K. കേളപ്പൻ. ഭാഷാ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്?
കെ കേളപ്പൻ. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എവിടെയാണ്? വെല്ലൂർ. ശ്രീശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗം ജ്ഞാനമാർഗം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രം രചിച്ചത് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രം രചിച്ചത് മൂർക്കോത്ത് കുമാരൻ. ശ്രീലങ്ക ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ശ്രീലങ്ക ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ശ്രീലങ്കയുടെ പഴയ പേര് സിലോൺ. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം AD 45. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം AD 45. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്. 1785 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ചാൾസ് വിൽക്കിൻസ്. 1785 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ചാൾസ് വിൽക്കിൻസ്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയ. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയ. ക്ഷാര പദാർത്ഥങ്ങൾ ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പിൽ നിന്ന് ഡാഷ് ആക്കുന്നു നീല. ക്ഷീരപദ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യനെടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര് കോസ്മിക് ഇയർ. ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്ത്? ഗുജറാത്ത്. 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര് അന്താരാഷ്ട്ര ദിനരേഖ. 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര് അന്താരാഷ്ട്ര ദിനരേഖ. 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ച സ്ഥാപനം ആകാശവാണിയായ വർഷം 1957. 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ച സ്ഥാപനം ആകാശവാണിയായ വർഷം 1957. 1936 മുതൽ എത്യോപ്യയുടെ ഭാഗമായിരുന്ന ഈ രാജ്യം 1993 സ്വതന്ത്രമായി. പേര് എരിത്രിയ. 1955 മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് ഇംപീരിയൽ ബാങ്ക്. 1955 മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് ഇംപീരിയൽ ബാങ്ക്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു. 1946 മുതൽ 2016 വരെ ഭൂമിപാൽ അതുല്യ തേജ് രാജാവ് ഭരിച്ച ഏഷ്യൻ രാജ്യം തായ്ലൻഡ്. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? മുംബൈ. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? മുംബൈ. 1950 ജാനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തലാക്കിയ പദവി ഗവർണർ ജനറൽ. 1950 ജാനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തലാക്കിയ പദവി ഗവർണർ ജനറൽ. അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കാവ്യ ശില്പം ജാതിക്കുമ്മി. അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കാവ്യശില്പം ജാതിക്കുമ്മി. അനസ്താസിയയുടെ രക്തസാക്ഷ്യം രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ ജലം ഉണ്ടാകും? 45. മനുഷ്യൻ്റെ ത്വക്കിൻ്റെ ശരാശരി വിസ്തീർണം 20 ചതുരശ്ര അടി.
അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയൽ. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയൽ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചതാര്? MG രാമചന്ദ്രൻ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചതാര്? MG രാമചന്ദ്രൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്